സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിലിന്റെ ഭാവി നാളെ അറിയാം. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കെ റെയിൽ ഉദ്യോഗസ്ഥരുമായുള്ള നിർണായക ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും. റെയിൽവേക്ക് സമാനമായ ബ്രോഡ്ഗേജ് പാതയിലേക്ക് കെ റെയിൽ പദ്ധതി പരിഷ്കരിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ചയാകും. DPR പരിഷ്കരിച്ചാൽ കെ റെയിൽ പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പുതിയ നിലപാടാണ് കേരളത്തിന്റെ കെ റെയിൽ മോഹങ്ങൾക്ക് വീണ്ടും ചിറകുമുളപ്പിച്ചത്. നാളെ കൊച്ചിയിൽ നടക്കുന്ന ചർച്ച ഇക്കാര്യത്തിൽ നിർണായകമാണ്. പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന നിലപാടെടുത്തെങ്കിലും റെയിൽവേ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന ആശയം ഉപേക്ഷിക്കുക, പകരം റെയിൽവേക്ക് സമാനമായ ബ്രോഡ് ഗേജ് തെരഞ്ഞെടുക്കുക, പരമാവധി റെയിൽവേ ലൈനുകൾക്ക് സമാന്തരമായി മാത്രം കെ റെയിലിന്റെ പാതയും കടന്നുപോവുക, വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ പാത നിർമ്മിക്കുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 220 കിലോമീറ്റർ വേഗതയിൽ കെ റെയിൽ കുതിച്ചു പായുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. നിലവിൽ കേരളത്തിൽ റെയിൽവേക്ക് ലഭിക്കുന്ന പരമാവധി വേഗം വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ 160 കിലോമീറ്ററാണ്. ബ്രോഡ്ഗേജിലേക്ക് മാറ്റി പദ്ധതി വിഭാവനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ റെയിൽവേ ആവശ്യങ്ങളും ഈ പാതയിലൂടെ നിർവഹിക്കാൻ കേന്ദ്രം ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചന. അതായത് കെ റെയിൽ റെയിൽവേ സഹകരണം കൂടുതൽ വ്യക്തമാക്കുന്നതായി പദ്ധതി മാറ്റിയെടുക്കണം. കേന്ദ്രത്തിന്റെ പുതിയ ആവശ്യങ്ങൾ സംബന്ധിച്ച് നാളത്തെ ചർച്ചയിൽ വ്യക്തതയുണ്ടാകും. ജനവാസ മേഖലയിലൂടെ പദ്ധതി കടന്നുപോകുന്നതാണ് സംസ്ഥാനത്ത് വലിയ സമരങ്ങൾക്ക് ഇടവച്ചത്. ജനജീവിതത്തെ പരമാവധി ബാധിക്കാത്ത തരത്തിൽ എലവേറ്റഡ് പാത വേണമെന്ന നിർദ്ദേശം റെയിൽവേ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക സാങ്കേതിക കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തിയാൽ പദ്ധതി പരിഗണിക്കാമെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാട് ഇക്കാര്യം മുൻനിർത്തിയാണെന്നാണ് സൂചന. ഇത് പക്ഷേ പദ്ധതിയുടെ ചിലവ് കൂട്ടുമെന്ന ആശങ്ക കേരളം ചൂണ്ടിക്കാട്ടും. റെയിൽവേ നിർദ്ദേശപ്രകാരം ബ്രോഡ്ഗേജിലേക്ക് മാറിയാൽ ഭൂമി വിട്ടുതരുമോ എന്നതിൽ കേരളം യോഗത്തിൽ വ്യക്തത തേടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.